അതീവ സുരക്ഷയൊരുക്കിയെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ ഭരണകൂടത്തിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഹൂതി ആക്രമണം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഗാസയിൽ നടപ്പിലാക്കുന്ന വംശഹത്യയ്ക്ക് പകരം ചോദിക്കാനാണ് ഹൂതികൾ എത്തിയത് എന്ന കാര്യം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? ചെങ്കടലിലെ ഇസ്രായേലിന്റെ കപ്പലുകളെ മുക്കിക്കൊണ്ടിരുന്ന ഹൂതികൾ ഇപ്പോൾ അവരുടെ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഹൂതികൾ കൊടുത്ത പണിക്ക് അവർ തിരിച്ചു പണി കൊടുക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ എത്രത്തോളം അത് പ്രാവർത്തികമാകും എന്നതാണ് അടുത്ത ചോദ്യം. ഹൂതികളെയും അതുപോലെ ഇസ്രായേലിനെയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് വലിയൊരു രാജ്യവും ഹൂതികൾ എന്ന് പറയുന്നത് ഒരു സായുധ സംഘടനയുമാണ്. എന്നിട്ടും ആ സായുധ സംഘടനയ്ക്ക് ഇസ്രായേലിന്റെ മണ്ണിൽ ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം കരുത്തരാണ് എന്നത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് വരാം. യമനിലെ ഹൊദൈദ തുറമുഖത്ത് ഇസ്രായേൽ നടത്തിയ പ്രതികാര നടപടിക്ക് ഹൂതികൾ എന്തായിരിക്കും കരുതി വെച്ചത് നമുക്ക് നോക്കാം. യമനിലെ ഹൊദൈദ തുറമുഖത്ത് വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഇത് അവകാശപ്പെടുന്നത് അവർ തന്നെയാണ്. ടെൽ അവീവിലെ പ്രധാന വിമാനത്താവളത്തിന് സമീപം ഹൂതികൾ കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ തുറമുഖം ആക്രമിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിന്റെ 3ാം ടെർമിനലിന്റെ 75 മീറ്റർ മാത്രം അകലെയാണ് മിസൈൽ ചെന്ന് പതിക്കുന്നത്. മിസൈൽ പതിച്ച സ്ഥലത്ത് 25 മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടിരുന്നു. മിസൈലിനെ തകർക്കാൻ ഇസ്രായേൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആരോ പ്രതിരോധ സംവിധാനം US നിർമ്മിത താഡ് സംവിധാനവും ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. 8 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. യമനിലെ ഹൂതി വിമതർക്കുള്ള തിരിച്ചടി ഒന്നിൽ നിൽക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പും നൽകി. നേരത്തെ മിസൈൽ തകർക്കുന്ന പ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടതാണ് ഇസ്രായേലിന് തിരിച്ചടിയായത്. ഇതിൽ ഇസ്രായേൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഹൂതികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി രംഗത്ത് വരികയായിരുന്നു. സംഭവത്തിന് പിന്നാലെ വിമാനത്താവളം മണിക്കൂറുകളോളം അടച്ചിട്ടു. പരാജയത്തെ പറ്റിയ അന്വേഷണം തുടങ്ങിയെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. മിസൈൽ പതിച്ചത് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തടയാനായിരുന്നില്ല. ഹൂതികൾക്ക് 7 ഇരട്ടി മടങ്ങിൽ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഹൂതികൾ എന്നറിയപ്പെടുന്ന അൻസാർ അല്ലായുടെ വീക്ഷണകോണിൽ നിന്നും നോക്കുമ്പോൾ ഇസ്രായേലുമായുള്ള സംഘർഷം വെറും ഒരു സൈനിക ഏറ്റുമുട്ടലല്ല, മറിച്ച് വിശാലമായ ഒരു പ്രത്യയശാസ്ത്ര മത ഭൗമരാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രത്തിനോട് ആ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്ന മറ്റു രാഷ്ട്രങ്ങൾക്കുള്ള വൈരാഗ്യത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി നമുക്കിതിൽ നോക്കി കാണാവുന്നതാണ്. സയനിസ്റ്റ് ആക്രമണം, പാശ്ചാത്യ സാമ്രാജ്യത്വം, ഫലസ്തീൻ ജനതയോടുള്ള അടിച്ചമർത്തൽ രീതി എന്നിവയ്ക്കെതിരായ പ്രതിരോധമായിട്ടാണ് ഇങ്ങനെ ഒരു വൈരാഗ്യം ഹൂതികൾക്കും ഇസ്രായേലിനും ഇടയിൽ രൂപപ്പെടുന്നത്. ഹൂതികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ അവരുടെ വിപ്ലവകരവും അതുപോലെ സാമ്രാജ്യത്വ വിരുദ്ധവുമായ പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാഭാവിക വിപുലീകരണമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം രാഷ്ട്രങ്ങളോടും മേഖലയിലുടനീളമുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളോടുമുള്ള ഐക്യദാർഢ്യത്തിൽ വേരൂന്നിയതുമാണ്. ഹൂതികളുടെ ലോകവീക്ഷണത്തിന്റെ കാതൽ സയനിസ്റ്റ് രാഷ്ട്രമായ ഇസ്രായേൽ ഫലസ്തീൻ ഭൂമിയുടെ നിയമവിരുദ്ധമായ അധിനിവേശക്കാരനും മുസ്ലിം ലോകത്തിലെ പാശ്ചാത്യ സാമ്രാജ്യത്തിന്റെ കേന്ദ്ര സ്തംഭവുമാണെന്ന വിശ്വാസവുമാണ്. ഹൂതികളുടെ മുദ്രാവാക്യം ദൈവം വലിയവനാണ്, അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന്റെ മരണം, ജൂതന്മാരെ ശപിക്കുക, ഇസ്ലാമിന്റെ വിജയം എന്നൊക്കെയാണ്. അവരുടെ കാതലായ പ്രത്യയശാസ്ത്രത്തിന്റെ നിലപാട് ഉൾക്കൊള്ളുന്നതാണ് ഇത്തരം പരാമർശങ്ങളൊക്കെ തന്നെ. അവർ ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായിട്ട് മാത്രമല്ല, മധ്യപൂർവ്വ ദേശത്തെ അമേരിക്കൻ ആധിപത്യത്തിന്റെ ഒരു കുന്തമുനയായിട്ട് കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നത് അമേരിക്കയുടെ ഉറ്റ തോഴനായിട്ട് തന്നെയാണ്. അമേരിക്കയുടെ ആഗ്രഹ പൂർത്തീകരണം അവിടെ നടക്കണമെങ്കിൽ ഇസ്രായേൽ അവിടെ ഇറങ്ങുന്നു. നമുക്കറിയാവുന്നതാണ്, ഗാസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞൊരു മോഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചപ്പോൾ ഗാസയിൽ പിന്നീട് അരങ്ങേറിയത് വംശഹത്യയായിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചത് വേറെ ആരുമല്ല, ഇസ്രായേലുമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നമുക്ക് വ്യക്തമാണ്. ഈ ഒരു ദേഷ്യം, അതായത് അമേരിക്കയോട് കാണിക്കുന്ന ഇസ്രായേലിന്റെ വിധേയത്വമാണ് ഈ ഹൂതികൾക്ക് അതേപോലെ തന്നെ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ ഇസ്രായേലിനോടുള്ള ഒരു പ്രധാന ശത്രുതയായിട്ട് മാറുന്നതിൻ്റെ ഒരു പ്രധാന ഘടകമെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇത് ഇസ്ലാമിക പരമാധികാരത്തിനും ഐക്യത്തിനും ഭീഷണിയായിട്ടാണ് അവർ കാണുന്നത്. ഈ ലോകവീക്ഷണത്തിൽ ഇസ്രായേലിനെ ചെറുക്കുക എന്നത് ഒരു മതപരമായ ബാധ്യതയായിട്ടാണ് ഇവർ കാണുന്നത്. പ്രത്യേകിച്ച് ഫലസ്തീൻ ജനതയ്ക്കെതിരെ പതിറ്റാണ്ടുകളായി അനീതി നടക്കുമ്പോൾ ശബ്ദിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഹൂതികളടക്കമുള്ള ഈ സായുധ സംഘടനകൾ വിശ്വസിക്കുന്നത്. ഹൂതികളുടെ നിലപാട് ഫലസ്തീൻ ലക്ഷ്യവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. എല്ലാ അടിച്ചമർത്തപ്പെട്ട മുസ്ലിങ്ങളുടെയും പ്രത്യേകിച്ച് ആവർത്തിച്ചിട്ടുള്ള ഇസ്രായേലി സൈനിക നടപടികൾ സഹിച്ച ഗാസയിലെ സംരക്ഷകനായി ഈ പ്രസ്ഥാനം സ്വയം കരുതുന്നുണ്ട്. 2023 ഇസ്രായേൽ ഗാസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഗാസയിൽ വൻതോതിലുള്ള സിവിലിയൻ നാശനഷ്ടം
നാശനഷ്ടങ്ങളും നാശവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഹൂതികൾ ഇസ്രായേലിനെതിരായ വാചോടോപങ്ങളും നടപടികളും വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവരുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അറബ് ഭരണകൂടങ്ങൾ ഇസ്രായേലുമായുള്ള സാധാരണവൽക്കരണ കരാറുകൾക്ക്, അതായത് എബ്രഹാം ഉടമ്പടികൾ പോലുള്ളവയ്ക്ക് അനുകൂലമായി ഫലസ്തീൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഉപേക്ഷിക്കുന്നുണ്ട്. ഇതിന് വിപരീതമായി ഹൂതികൾ യഥാർത്ഥ ഇസ്ലാമിക പ്രതിരോധം പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. കൂടാതെ ഇസ്രായേലി ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളും ചെങ്കടൽ കപ്പലുകൾക്കെതിരായ ഭീഷണികളും ഉൾപ്പെടെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനും ഫലസ്തീനുകളുമായി വ്യക്തമായ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള യഥാർത്ഥ ശ്രമങ്ങളായിട്ടും ചിത്രീകരിക്കപ്പെടുന്നു. ഇറാൻ, ലെബനനിലെ ഹിസ്ബുള്ള, ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ്, മേഖലയിലെ ഇസ്രായേലി പാശ്ചാത്യ സ്വാധീനത്തെ എതിർക്കുന്ന മറ്റു ഗ്രൂപ്പുകൾ എന്നിവയ്ക്കൊപ്പം റെസിഡന്റ് ആക്സിസ് എന്നറിയപ്പെടുന്നതിന്റെ ഒരു പ്രധാന ഘടകമായി ഹൂതികൾ സ്വയം കണക്കാക്കുന്നുണ്ട്. ഈ വീക്ഷണകോണിൽ നിന്ന് ഹൂതി ഇസ്രായേൽ സംഘർഷം ഒറ്റപ്പെട്ടതല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറിച്ച് സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളെ പിന്തുണയ്ക്കുകയും ഇസ്രായേലി ആക്രമണത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന US നേതൃത്വത്തിലുള്ള ഒരു ഉത്തരവിനെതിരായ ഒരു അന്തർദേശീയ പോരാട്ടത്തിൽ ഉൾച്ചേർന്നതാണ് ഇതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കുന്നത്. മേഖലയിലെ ഇസ്രായേലിന്റെ സൈനിക ശക്തിയും രാഷ്ട്രീയ സ്വാധീനവും സാധ്യമാകുന്നത് അമേരിക്കൻ സൈനിക, സാമ്പത്തിക, നയതന്ത്ര പിന്തുണയുള്ളതുകൊണ്ടാണെന്നാണ് അവർ വാദിക്കുന്നത്. അതിനാൽ ഇസ്രായേലിനെതിരായ ഏതൊരു പ്രതിരോധവും സൈനിക താവളങ്ങൾ, നാവിക കപ്പലുകൾ, ബാബ് എൽ മന്ദേബ്, കടലിടുക്ക് പോലുള്ള സാമ്പത്തിക മാർഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അമേരിക്കൻ പാശ്ചാത്യ താൽപ്പര്യങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാണിജ്യ കപ്പലുകൾക്കും പാശ്ചാത്യ നാവിക സേനകൾക്കും നേരെയുള്ള ആക്രമണം ഉൾപ്പെടെയുള്ള ചെങ്കടൽ പ്രവർത്തനങ്ങളെ അധികാര സന്തുലിതാവസ്ഥ മാറ്റുന്നതിനുള്ള അസമമായ ഉപകരണങ്ങളായിട്ടാണ് ഹൂതികൾ കാണുന്നത്. ഒരു പരമ്പരാഗത യുദ്ധത്തിൽ ഇസ്രായേലിനെ നേരിടാൻ അവർക്ക് കഴിയില്ലെങ്കിലും ഇസ്രായേലിലേക്കും മേഖലയിലെ US സഖ്യകക്ഷികളിലേക്കുള്ള സമുദ്രപാതകൾ തടസ്സപ്പെടുത്തുന്നത് നിയമാനുസൃതമായ ചെറുത്തുനിൽപ്പാണെന്നും സയനിസ്റ്റ് ഭരണകൂടത്തിനും അതിന്റെ പിന്തുണക്കാർക്കും മേൽ സാമ്പത്തികവും തന്ത്രപരവുമായ ചെലവുകൾ ചുമത്താനുള്ള ഒരു മാർഗമാണെന്നും അവർ വിശ്വസിക്കുന്നു. തങ്ങളുടെ മിസൈൽ ഡ്രോണുകൾ വിക്ഷേപിക്കുന്നതിന്റെ മാനസിക ആഘാതം തടയുമ്പോൾ പോലും ഇസ്രായേലിന്റെ ദുർബലത തുറന്നുകാട്ടുന്നതിനും ഇസ്രായേലിന്റെ ഹോം ഫ്രണ്ട് സമ്മർദ്ദത്തിന് പ്രതിരോധശേഷി ഇല്ലതാണെന്ന് തെളിയിക്കുന്നതിനുള്ള വിശാലമായ പ്രചാരണത്തിന്റെ ഭാഗമായി അവർ കണക്കാക്കുന്നു. ഇസ്രായേലിന്റെ അജയ്യതയെക്കുറിച്ചുള്ള മിഥ്യയെ വെല്ലുവിളിക്കുന്ന പ്രതീകാത്മക വിജയങ്ങളായി ഹൂതികൾ ഈ ആക്രമണങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നതിനെ ഹൂതികൾ ശക്തമായി എതിർക്കുന്നുണ്ട്. അവരുടെ വീക്ഷണത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റിൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ സർക്കാരുകൾ ഫലസ്തീൻ ലക്ഷ്യത്തെ വഞ്ചിക്കുകയും ഇസ്ലാമിന്റെ ശത്രുവിനൊപ്പം ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇസ്രായേലിനോടുള്ള അവരുടെ ചെറുത്തുനിൽപ്പ് ടെൽ അവീവുമായും വാഷിംഗ്ടണുമായി സഹകരിക്കുന്ന പ്രാദേശിക ശക്തികൾ അറബ് ഇസ്ലാമിക മൂല്യങ്ങളെ കൂടുതൽ വഞ്ചിക്കുന്നതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് കൂടിയാണെന്നാണ് ഹൂതികൾ വാദിക്കുന്നത്. യമനിലെ അവരുടെ പ്രധാന സൈനിക എതിരാളികളായ സൗദി അറേബ്യയോടുള്ള അവരുടെ ശത്രുതയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. റിയാദിന്റെ US-ഉമായുള്ള സഖ്യവും ഇസ്രായേലുമായുള്ള നിശബ്ദ ഏകോപനവും ഫലസ്തീനി ജനതയെ അടിച്ചമർത്തുന്നതിലും വിശാലമായ സയനിസ്റ്റ് പദ്ധതിയിലും പങ്കാളികളാക്കുന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു. സമുദ്ര സുരക്ഷയ്ക്കുള്ള ഭീഷണികളാണ് ഹൂതികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സംസാരിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ചെങ്കടൽ എന്ന് പറയുന്നത് ഒരു നല്ല വ്യാപാര പാതയാണ്. ഇസ്രായേലിനും അമേരിക്കയുമുള്ള കപ്പലുകളൊക്കെ പോകുന്നത് ഇതിലൂടെ തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇവിടെ ഒരു ആക്രമണങ്ങളൊക്കെ നടത്തുന്നത്. അതിന് ബദലായിട്ട് അമേരിക്ക കൊണ്ടുവന്ന ഒരു ആശയമാണ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ. ഇത് ഹൂതികളെ തകർക്കുക എന്ന രീതിയിൽ ലക്ഷ്യത്തോടു കൂടിയിട്ട് അമേരിക്ക നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ചെങ്കടലിലെ വാണിജ്യ ഷിപ്പിംഗ് സംരക്ഷിക്കുന്നതിനായി ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയന് കീഴിൽ US നേതൃത്വത്തിലുള്ള സംഘ ശ്രമങ്ങൾ തുടരുന്നതാണ്. ഈ നടപടികൾക്കിടയിലും ഇസ്രായേലുമായോ സഖ്യകക്ഷികളുമായോ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം തുടർന്നു വരികയാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിനെ തുടർന്ന് വലിയൊരു സാമ്പത്തിക ആഘാതം സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറയാം. തുടർച്ചയായ സംഘർഷം ഷിപ്പിംഗ് ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനും കപ്പലുകളുടെ വഴിതിരിച്ചുവിടലിനും കാരണമാകുന്നുണ്ട്. ഇത് ആഗോള വ്യാപാര പാതകളെ ബാധിക്കുകയും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയും ചെയ്യും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇറാന്റെ പങ്കിനെ കുറിച്ചാണ്. അതായത് ഹൂതികളെ വളർത്തുന്നതിലും അവർക്ക് ആയുധങ്ങൾ നൽകുന്നതിലും ഒക്കെ ഇറാന് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. അതുതന്നെയാണ് അമേരിക്കയ്ക്ക് ഇറാനോടുള്ള പ്രധാന ദേഷ്യവും. സൈനിക സഹായവും പരിശീലനവും ഉൾപ്പെടെ ഹൂതി വിമതർക്ക് ഇറാൻ പിന്തുണ നൽകുന്നത് തുടർന്നു വരികയാണ് ഇപ്പോഴും. പ്രത്യേക ആക്രമണങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ഇറാൻ നിഷേധിക്കുമ്പോൾ ഹൂതികൾക്കായുള്ള അവരുടെ വിശാലമായ പിന്തുണ പ്രാദേശിക അസ്ഥിരതയ്ക്ക് കാരണമാകുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. ഇനി ആണവ കരാർ ചർച്ചകളാണ്. ഈ സംഘർഷങ്ങൾക്കിടയിൽ US-ഉമായി ആണവ കരാർ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സൈനിക നടപടികളിലും നയതന്ത്ര ശ്രമങ്ങളും ഒരേ സമയം നടക്കുന്ന സങ്കീർണമായ ഒരു നയതന്ത്ര അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ഒരു പ്രശ്നം പൗരന്മാർക്കിടയിലും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സംഘർഷം യമനിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. വ്യോമാക്രമണങ്ങൾ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ബാധിക്കുകയും ആളപായത്തിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. പ്രധാന തുറമുഖങ്ങളുടെ നാശം യമൻ ജനതയ്ക്ക് ആവശ്യ സഹായം എത്തിക്കുന്നത് തടസ്സമാകുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന തീവ്രമായ സൈനിക നടപടികൾ ഫലസ്തീൻ ജനതയെ ഗണ്യമായി പലായനം ചെയ്യുന്നതിനും പ്രാദേശിക
സ്ഥിരതയെയും മാനുഷിക വിഭവങ്ങളെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്കാണ് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യമൻ എന്ന് പറയുന്നത് ഒരു ദരിദ്ര രാഷ്ട്രമാണ്. യമനിലെ ഒരു സായുധ സംഘടനയ്ക്ക് നേരെയാണ് ജൂതരാഷ്ട്രം പോരാടുന്നതെങ്കിൽ അവരോടാണ് പോയിട്ട് യുദ്ധം ചെയ്യേണ്ടത്. അല്ലാതെ സാധാരണക്കാർ, നിങ്ങൾ എപ്പോഴും നയം അങ്ങനെ തന്നെയാണ്, മാറ്റാനൊന്നും പോകുന്നില്ല. പക്ഷേ സാധാരണക്കാരെ നേരെ നടക്കുന്നത് ഇത് വളരെ മനുഷ്യത്വരഹിതമാണ് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.